സത്യം പറയാം ഇത് വലിയൊരു ഭാഗ്യമാണ്. അത് സ്വന്തം പേര് തന്നെ ഒരു സിനിമ ടൈറ്റിലായിട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം അത് നേരത്തെ അറിഞ്ഞിരുന്നോ? അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഈ പടത്തിൻ്റെ ഈ പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ നായകനാക്കണ്ടെന്ന് പറഞ്ഞ ആളാ. ഞാൻ അങ്ങനെ സാറ്റലൈറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്തൊരു സാധാരണ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്ത ആർട്ടിസ്റ്റ്. ഞാൻ അവരോട് പറഞ്ഞാണ്. പക്ഷെ അവർ പറഞ്ഞു ഈ കഥ ഈ രസമില്ല ഇതിങ്ങനെ വരുന്നത് നിങ്ങൾ ചെയ്യണം നമ്മൾ ആഗ്രഹമാണ്. അപ്പോൾ അത് നമുക്ക് വിഷയമൊന്നുമല്ല. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഒരു മാസം എന്നെ വിളിച്ചുകൊണ്ടു. അവസാനം ഞാൻ പോയി കണ്ടു. അതിൽ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു, വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വയനാട് പോയി ചെറിയ കുറച്ച് ദിവസം കൊണ്ട് ഒരു 10 ദിവസം എൻ്റെ ഭാഗമുണ്ടായിരുന്നു. അത് തീർത്തു കൊടുത്തു. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഒരു ചെറിയ പടമല്ലേ, പിന്നെ അത് അവൻ ആഗ്രഹമല്ല അങ്ങനെ ചെയ്തു. അങ്ങനെ നമുക്കങ്ങനെ എത്ര ഹെവി സംഭവം ചെയ്യാൻ എത്ര ആയോ എനിക്കറിയില്ല. അതിൻ്റെ ഒരു ആയോ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ അറിയായിരുന്നു ഈ ടൈറ്റിൽ സ്വന്തം പേര് തന്നെ. അതെ, എന്നോട് പുഷ്പാങ്കതൻ്റെ 1-ാം സോപര. പക്ഷേ മലയാള സിനിമ ഇങ്ങനെ ഒരു പേരിൽ ഒരു സിനിമ റിലീസാക്കാൻ പറ്റി നമുക്ക് നമ്മളെ ഭാഗ്യമല്ലല്ലേ. ഒരു കലാകാരൻ എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ വേഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നായക കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത്